Dear students, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. അതിൽ ആദ്യത്തേത് എനർജി ഓഫ് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് എനർജി ഓഫ് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ എനർജി അത് എങ്ങനെയാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, Q1, Q2, Q3, ഇവിടെ ഒരു Q4 എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജീസിനെ അല്ലെങ്കിൽ ചാർജസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്ലോസ് ആയിട്ട് അലൈൻ ചെയ്യാൻ പോവാണ്. അതായത് അടുത്തേക്ക് വെക്കാൻ പോവാണ്. നമുക്കറിയാം ഒരു ചാർജ് ക്യൂനെ അല്ലെങ്കിൽ ഒരു ചാർജ് ക്യൂനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് W=QV എന്ന് നമുക്ക് എഴുതാം. ഇവിടെ Q എന്ന് പറയുന്ന ചാർജ് P1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വേറെ ഇലക്ട്രിക് ഫീൽഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ W എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. കാരണം W=Q×V ആണ്. ഇവിടെ വേറെ ചാർജസ് അല്ലെ വേറെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ല. ആദ്യമായി നമ്മൾ ക്യൂനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ P അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് P1 എന്താണ്? നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ W=Q ഇൻറ്റു അല്ലെങ്കിൽ Q1 ഇൻറ്റു VP1. VP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് P1. VP1 0 ആയതുകൊണ്ട് W1=0 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഈ Q2 എന്ന് പറയുന്ന ചാർജിനെ P2വിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് P2വിൻ്റെ P1ൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വാധീനം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെതിരായിട്ട് ഒരു വർക്ക് ഡൺ ചെയ്യണം. അപ്പോൾ W2 Q2 ഇൻറ്റു VP2, അതായത് പൊട്ടൻഷ്യൽ അറ്റ് P2 ഡ്യൂ ടു P1 എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ ഈ VP2 അതായത് പൊട്ടൻഷ്യൽ അറ്റ് P2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഏത് ചാർജ് കാരണമാണ്? Q1 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ട് അല്ലേ? ഈ Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ്. സോ VP2=Q1 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R. R ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ വരിക? അപ്പോൾ R12 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ Q2നെ ഈ P2 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ W2=Q1 Q2 ബൈ 4πε0 R12 എന്ന് നമുക്ക് പറയാം. ഇനി ഈ Q3 എന്ന് പറയുന്ന പോയിന്റിനെ P3യിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ P3യിൽ Q1 കാരണമുള്ള ഒരു ഫീൽഡും Q2 കാരണമുള്ള ഒരു ഫീൽഡിൻ്റെയും സ്വാധീനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ W3 ഈ Q3നെ P3യിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ് W3. W3=Q3 ഇൻറ്റു VP3 എന്ന്, പൊട്ടൻഷ്യൽ അറ്റ് P3 ആണ് VP3. അപ്പോൾ VP3 എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? V13ൻ്റെയും അതേപോലെ V23ൻ്റെയും സമ്മായിരിക്കും. V13 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2 അല്ലേ? അപ്പോൾ ഈ V13നെ നമുക്ക് V13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 കാരണം അല്ലേ? അപ്പോൾ Q1/4πε0 R13 എന്ന് എഴുതാം. Q2 കാരണമുള്ളത് Q2/4πε0 ഇൻറ്റു R23 എന്ന് എഴുതാം. അതാണ് VP3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ W3 എന്ത് വരും? Q3 ഇൻറ്റു Q1/4πε0 R13 പ്ലസ് Q3 ഇൻറ്റു Q2/4πε0 R23 എന്ന് വരും. അങ്ങനെ നമുക്ക് W3യും കിട്ടി. ഇനി ഇവിടെ Q4 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ Q4 എന്ന് പറയുന്ന ചാർജ് P4 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ നമ്മൾ W4 എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്യണം. അപ്പോൾ P4ൽ Q1 കാരണമുള്ള ഫീൽഡ് ഉണ്ട്, Q2 കാരണമുള്ള ഫീൽഡ് ഉണ്ട് ആൻഡ് Q3 കാരണമുള്ള ഫീൽഡ് ഉണ്ട്. അപ്പോൾ W4=Q4 ഇൻറ്റു VP4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് P4 എന്തൊക്കെ കാരണം ഉണ്ടാവും? Q1 കാരണം, Q2 കാരണം, Q3 കാരണം. അപ്പോൾ ആ VP4=V14 V14 ഇതാണെന്ന് വിചാരിക്കുക. V14 ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് V14 പ്ലസ് V24 പ്ലസ് V34 ഇവിടെ ഉള്ളത് അതിൻ്റെ സമ്മായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു Q1/4πε0 R14 പ്ലസ് Q2/4πε0 R24 പ്ലസ് Q3/4πε0 R34 അങ്ങനെ വരും.
അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ക്യൂ ടു എ പോയിന്റ് പി ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഗിവൺ ബൈ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ വി. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ, പി എന്ന് പറയുന്ന പോയിന്റ് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ കൊടുക്കേണ്ട വർക്ക് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആയിരിക്കും, വേർ വി ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. Here the charges are made to assemble one by one into the required region. Before bringing the first charge, the region is free of electric field and hence no potential. So work to be done to bring charge Q1 to P1, W1 is equal to Q1 into VP1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Q1 കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വേറെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പൊട്ടൻഷ്യൽ അറ്റ് P1 0 ആയിരിക്കും. അപ്പോൾ Q1 ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ W1 ഈക്വൽ ടു 0. നമുക്ക് ആദ്യത്തെ ചാർജ് Q1 കൊണ്ടുവരാൻ നമ്മുടെ W1 വർക്ക് ഡൺ എന്താണ് 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ സെക്കൻഡ് ചാർജ് Q2 ഈസ് ബ്രോട്ട് ടു ദ പോയിന്റ് P2 വിച്ച് വിൽ ബി ഇൻ ദ റീജിയൻ ഓഫ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ Q1. നമ്മൾ Q2 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരുമ്പം എവിടേക്ക് കൊണ്ടുവരുമ്പം V2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ Q1ന്റെ എഫക്റ്റ് ഉണ്ടാവും അല്ലേ. സോ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ അറ്റ് P2. അതുകൊണ്ട് P2ൽ എന്താണ് Q1 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ബിക്കോസ് ഓഫ് ദ ചാർജ് Q1 ഓൾറെഡി അറൈവ്ഡ്. സോ W2 ഈസ് ഈക്വൽ ടു Q1 ഇൻറ്റു VP2. VP2 ഈസ് ഡ്യൂ ടു ദ ചാർജ് Q1. where W2 is the work done to bring the charge Q to the point P2, where VP2 is the potential at P2 due to the charge Q2. due to the charge Q1. അതായത് W2 എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്ന പോയിന്റിനെ അല്ലെങ്കിൽ ചാർജിനെ P2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക്. VP2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 എന്ന് പറയുന്ന പോയിന്റിൽ Q1 കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, സോ VP2 ഈസ് ഈക്വൽ ടു Q1 ബൈ 4 പൈ ആപ്സിലോൺ 0 R12 നമുക്ക് എഴുതാം. R12 എന്താ നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടു അല്ലേ. സോ W2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു Q1. അപ്പം എന്ത് വരും? Q1 Q2 ബൈ 4 പൈ ആപ്സിലോൺ 0 R12 എന്ന് പറയും W2. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q2 എന്ന് പറയുന്ന ചാർജിനെ P2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Similarly, third charge Q3 is brought to the point P3, which is in the combined field produced by the charges Q1 and Q2 already arrived. ഇനി നമുക്ക് എന്താണ് Q3 എന്ന് പറയുന്ന പോയിന്റിനെ P3 എന്ന് പറയുന്ന Q3 എന്ന് പറയുന്ന ചാർജിനെ P3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓൾറെഡി ഈ P3യിലെ Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജിന്റെയും ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ W3 നമ്മൾ കൊടുക്കേണ്ട വർക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? Q3 ഇൻറ്റു VP3. VP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3 എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ചാർജസ് Q1 ആൻഡ് Q2. സോ VP3 നമുക്ക് എന്ത് എഴുതാം? V13 പ്ലസ് V23 എന്ന് എഴുതാം. അത് നമുക്ക് ഇമേജിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് 13ഉം 23ഉം വന്നിരിക്കുന്നത് എന്നല്ലേ. അപ്പോൾ V13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ബൈ 4 പൈ ആപ്സിലോൺ 0 R13 എന്ന് വരും, പ്ലസ് V23 എന്ന് പറയുമ്പോൾ Q2 ബൈ 4 പൈ ആപ്സിലോൺ 0 R23 എന്ന് വരും അല്ലേ. അപ്പോൾ VP3 ഇൻറ്റു Q3 എന്ന് കൊടുക്കുമ്പോൾ W3 എന്ത് വരും? W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3 എന്ന് പറയുന്ന ചാർജിനെ P3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഈക്വൽ ടു Q1 Q3 ബൈ 4 പൈ ആപ്സിലോൺ 0 R13 പ്ലസ് Q2 Q3 by 4 pi epsilon 0 R23 എന്ന് വരും. Similarly, the work done to bring forth the charge Q4 is given by ഇതേപോലെ Q4 എന്ന് പറയുന്ന ഒരു ചാർജ് കൺസിഡർ ചെയ്യുക. അതിനെ നമ്മൾ P4 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് W4 is equal to Q4 into VP4, where VP4 is the potential at the point P4 due to the charges Q1, Q2 and Q3. So VP4 നമുക്ക് എങ്ങനെ എഴുതാം? V14 plus V24 plus V34, where V14 is equal to Q1 by 4 pi epsilon 0 R14 plus V24 എന്തിന് ഈക്വൽ ആണ്? Q2 by 4 pi epsilon 0 R24 plus V34 എന്തിന് ഈക്വൽ ആണ്? Q3 by 4 pi epsilon 0 R034. Okay, so W4 is equal to Q1 Q4 by 4 pi epsilon 0 R14 plus Q2 Q4 by 4 pi epsilon 0 R24 plus Q3 into Q4 by 4 pi epsilon 0 34 എന്ന് നമുക്ക് എഴുതാം. സോ ടോട്ടൽ വർക്ക് W is equal to എന്ത് പറയാം? നമുക്ക് ആ ഡിസ്ക്രീറ്റ് എനർജി ചാർജസിനെ എല്ലാം
ഒരുമിച്ച് കൊണ്ടുവരാൻ ആവശ്യമായ ടോട്ടൽ വർക്ക് W ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് W3 പ്ലസ് W4 എന്ന് പറയാം. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? W1 എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്കറിയാം. ദെൻ W2 W3 W4 എഴുതുമ്പോൾ Q1 Q2 by 4 pi epsilon 0 R12 പ്ലസ് Q1 Q3 by 4 pi epsilon 0 R13 പ്ലസ് Q1 Q4 by 4 pi epsilon 0 R14 plus Q2 Q3 by 4 pi epsilon 0 R23 plus Q3 Q4 by 4 pi epsilon 0 R34 plus Q2 Q4 by 4 pi epsilon 0 R24 എന്നിങ്ങനെ വരും. ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഈ കാണുന്നത്. ഇതിനെ നമുക്ക് സമ്മേഷന്റെ ഫോമിലായിട്ട് മാറ്റി എഴുതാം. സോ എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുന്നത്? W ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 half into summation I equal to 1 to n Qi summation j equal to 1 and j is not equal to I to n Qj by Rij എന്ന് എഴുതാം. ഇവിടെ ഈ ഹാഫ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ചാർജസ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് Q1 Q2 വരാം, അതേപോലെ Q2 Q1 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിയിട്ട് ഒരേ ചാർജസ് വരാം അല്ലെ. ഇത് രണ്ടും ആവുമ്പോൾ അത് ഡബിൾ ആവും. അതുകൊണ്ട് ഇതിന്റെ ഒന്നായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഹാഫ് ആഡ് ചെയ്യുന്നത്. സോ ഇതിനെ വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ W is equal to half into summation I equal to 1 to n Qi into summation j equal to 1 j is not equal to 1 to n Qj by 4 pi epsilon 0 Rij എന്ന് വരും. ഇവിടെ ഈ ഒരു ടേം കണ്ടോ നിങ്ങൾ? ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഓഫ് Qi അറ്റ് Pi, അതായത് ith പൊസിഷനിലേക്ക് വരേണ്ട ചാർജിൽ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ith പൊസിഷനിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനെയാണ് ഈ ബ്രാക്കറ്റിലിട്ട ഒരു ടേം വ്യക്തമാക്കുന്നത്. ഇവിടെ അതേപോലെ J ഈസ് നോട്ട് ഈക്വൽ ടു I എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ട് ചാർജസും ഈക്വൽ അല്ല, രണ്ടും സെപ്പറേറ്റ് ആണെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതേപോലെ the term in the bracket of above equation represent the total potential experienced by the charge Qi at the point Pi to which it's brought. അതായത് Pi എന്ന് പറയുന്ന പൊസിഷനില് Qi ചാർജിന് ബാക്കി ചാർജുകൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനെയാണ് ഈ ബ്രാക്കറ്റിലുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് അതിനെ VPi എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? W is equal to half summation I equal to 1 to n Qi VPi എന്ന് നമുക്ക് പറയാം. VPi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Pi എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോയിന്റിന് Qi ചാർജ് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യലാണ് ഈ റെപ്രസെന്റ് ചെയ്ത് ഇരിക്കുന്നത്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? VPi is equal to summation j equal to 1 j is not equal to I to n Qj by 4 pi epsilon 0 Rij എന്ന് നമുക്ക് എഴുതാം. So this much work done is stored as the potential energy of the system of n charges. ഇപ്പൊ n ചാർജസ് ഉള്ള ഒരു ഡിസ്ക്രീറ്റ് എനർജി ഡിസ്ട്രിബ്യൂഷനിൽ അവിടെ ഉണ്ടാവുന്ന സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ടേമിന് ഈക്വൽ ആയിരിക്കും. ഹെൻസ് ദിസ് മച്ച് എനർജി ഈസ് ലിബറേറ്റഡ് വെൻ ദ സിസ്റ്റം ഓഫ് n ചാർജസ് ആർ ഡിസ്മാൻറ്റിൽഡ്. ഈ n ചാർജസിനെ നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ലിബറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ തന്നെ വരുന്ന സെക്കൻഡ് പാർട്ടാണ് എനർജി ഓഫ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് എനർജി ഓഫ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? For the discrete assembly of n charges, total energy stored is given by W is equal to half summation of I equal to 1 to n Qi VPi. നമ്മൾ നേരത്തെ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് എത്തിയത് അല്ലേ? n ചാർജസ് കാരണം ഉണ്ടാവുന്ന ഡിസ്ക്രീറ്റ് ചാർജസ് കാരണം ഉണ്ടാവുന്ന എനർജിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ VPi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ് Pi ഡ്യൂ ടു the charges, other charges അല്ലേ. അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് where Pi is the total potential energy at the point Pi where the charge Qi is brought. അവിടേക്ക് Qi കൊണ്ടുവരുന്ന സമയത്ത് മറ്റ് ചാർജുകൾ കാരണം Pi എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്
നമ്മൾ PI ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ എന്താ നോക്കുന്നത് നോക്കൂ. ഫോർ ദ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഇൻ എ ഗിവൺ വോളിയം അബൌവ് സമ്മേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ദ ഇന്റഗ്രേഷൻ ഓവർ ദ വോളിയം. ഇനി നമ്മൾ ഈ കണ്ടിന്യൂസ് ചാർജിനെ ഒരു വോളിയത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു വോളിയത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ സമ്മേഷനെ മാറ്റി നമ്മൾ അവിടെ എന്ത് റീപ്ലേസ് ചെയ്യും? ഇന്റഗ്രേഷൻ റീപ്ലേസ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? W ഈസ് ഈക്വൽ ടു ഹാഫ് വോളിയം ഇന്റഗ്രൽ DQV എന്ന് വരും. ഇവിടെ നോക്ക്, ഈ ഒരു വോളിയത്തിൽ ഈ ഒരു ചെറിയ വോളിയം നിങ്ങൾ കണ്ടോ, അത് d⁴ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ചെറിയ വോളിയത്തിലുള്ള ചാർജ് ആണ് DQ. ഈ ഒരു വോളിയത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? റോ എന്ന് പറയുന്നത്. ഓക്കെ, so DQ represents the small amount of charge brought to a point where the potential is V. Then DQ is equal to rho d⁴. അതായത് ചാർജ് DQ is equal to ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ DQനെ നമുക്ക് എന്ത് എഴുതാം? റോ ഇൻറ്റു d⁴ എന്ന് എഴുതാം. വേർ റോ ഇസ് ദ ചാർജ് ഡെൻസിറ്റി ആൻഡ് d⁴ എന്താണ്? സ്മോൾ എലമെന്റൽ വോളിയം അല്ലേ. ദെൻ നമുക്ക് ഈ DQന്റെ സ്ഥലത്ത് റോ d⁴ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? W is equal to half വോളിയം ഇന്റഗ്രൽ റോ V d⁴ എന്ന് വരും. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താ പറയുന്നത് എന്നറിയോ? ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ ടോട്ടൽ എനർജി ഫോർ ദ കണ്ടിന്യൂസ് വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. കണ്ടിന്യൂസ് വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിൽ ടോട്ടൽ എനർജിക്കുള്ള ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇനി ഫോർ ദ കണ്ടിന്യൂസ് സർഫസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ആണെങ്കിൽ ടോട്ടൽ എനർജി അല്ലെങ്കിൽ വർക്ക് W is equal to half into സർഫസ് ഇന്റഗ്രൽ സിഗ്മ V dA എന്ന് പറയും. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി, V പൊട്ടൻഷ്യൽ, dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എലമെന്റൽ ഏരിയ. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, വേർ സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇനി കണ്ടിന്യൂസ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ ടോട്ടൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് ലൈൻ ഇന്റഗ്രൽ ലാംഡ V dL, വേർ ലാംഡ ഈസ് ദ ചാർജ് ഡെൻസിറ്റി ഓൺ ദ ലൈൻ ആൻഡ് dL ഈസ് ദ എലമെന്റൽ ലെങ്ത് അല്ലെ. സ്മോൾ എലമെന്റൽ ലെങ്ത് ആണ് dL. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ലാംഡ ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഫോർ എ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. എന്താണ് എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഫോർ എ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജർ? വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിലെ എനർജി സ്റ്റോർഡിന്റെ എക്സ്പ്രഷൻ എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ, ടോട്ടൽ എനർജി ഫോർ എ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഈസ് ഗിവൺ ബൈ W is equal to half integral rho V d⁴. നമ്മളെ പൊട്ടൻഷ്യലിന്റെ ടേമിൽ എഴുതുമ്പം ഒരു വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിന്റെ ടോട്ടൽ എനർജീനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫ്രം ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ, നമുക്ക് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് E is equal to rho by epsilon 0 എന്ന് എഴുതാം. where rho is the charge density. Then rho equal to E epsilon 0 നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? epsilon 0 into del dot E എന്ന് കിട്ടും. ഈ ഒരു റോന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഇക്വേഷനിലെ ഈ റോന്റെ സ്ഥലത്ത് ആ റോന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? W is equal to half into വോളിയം ഇന്റഗ്രൽ epsilon 0 del dot E V d⁴ എന്ന് കിട്ടും. epsilon 0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കുന്നു. അപ്പൊ എന്ത് വരും? epsilon 0/2 into വോളിയം ഇന്റഗ്രൽ del dot E into V d⁴ എന്ന് വരും അല്ലെ. അക്കോർഡിംഗ് ടു ദ പ്രൊഡക്റ്റ് റൂൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടറിലെ പ്രൊഡക്റ്റ് റൂളില് del dot EV is equal to del dot E into V plus E dot del V എന്ന് നമുക്ക് എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ del dot ഇവിടെ നമുക്ക് ഏതാ ഇവിടെ നമുക്കുള്ളത് എന്താണ്? ഡെൽ ഡോട്ട് ഇ ഇൻറ്റു വി ആണ് അല്ലെ. അപ്പൊ ആ ഡെൽ ഡോട്ട് ഇ ഇൻറ്റു വി ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് ഇ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ വി മൈനസ് ഇ ഡോട്ട് ഡെൽ വി എന്ന് വരും അല്ലെ. ദെൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഇക്വേഷൻ, ഈ 22 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ 20ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഡെൽ ഡോട്ട് ഇ വിന്റെ ഈ ഒരു വാല്യൂ ഈ ഒരു സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? W is equal to epsilon 0/2 into വോളിയം ഇന്റഗ്രൽ del dot EV minus E dot del V into d⁴, which is equal to epsilon 0/2 into വോളിയം ഇന്റഗ്രൽ del dot EV
ഇൻറ്റു ഡിറ്റോ മൈനസ്, അതായത് ഡിറ്റോനെ രണ്ട് ടേമിനായിട്ട് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വോളിയം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡെൽ വി ഇൻറ്റു ഡിറ്റോ. പക്ഷെ നമുക്കറിയാം പൊട്ടൻഷ്യൽ അല്ലെ ഡെൽ വി എന്തിന് ഈക്വൽ ആണ്? മൈനസ് ഇക്ക് ഈക്വൽ ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രാഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ ഇ ഡോട്ട് ഡെൽ വി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇ ഡോട്ട് മൈനസ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൈനസ് ഇ ഡെൽ വിക്ക് മൈനസ് ഇ കൊടുത്തൂടെ? അപ്പൊ മൈനസ് ഇ ഡോട്ട് ഇ മൈനസ് ഇ സ്ക്വയർ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആപ്സിലോൺ 0/2 ഇൻറ്റു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഇ വി ഡിറ്റോ പ്ലസ് ആപ്സിലോൺ 0/2 ഇൻറ്റു വോളിയം ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡിറ്റോ എന്ന് വരും അല്ലെ. ദെൻ അഗെയിൻ നമ്മളിവിടെ എന്ത് ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യും. എന്താണ് ഗോസസ്? വി ആർ അപ്ലൈയിങ് ഗോസസ് ഡൈവേർജൻസ് തിയറം. ദെൻ വി ഗെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ആപ്സിലോൺ 0/2 ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ഇ വി ഡോട്ട് ഡി എ. ഇവിടെ ഈ ഒരു ടേം മാറിയിട്ട് എന്ത് വരും? ഇ വി ഡോട്ട് ഡി എ പ്ലസ് ആപ്സിലോൺ 0/2 ഇൻറ്റു വോളിയം ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡിറ്റോ എന്ന് വരും. Then the equation W is equal to epsilon 0/2 into surface integral V into E dot dA plus epsilon 0/2 into volume integral E square dτ എന്ന് വരും. നമ്മൾ ഈ ഇക്വേഷൻസ് കമ്പയർ ചെയ്യാണ്. എന്താണ്? ഹാഫ് ഇൻറ്റു, അതായത് W is equal to ഹാഫ് വോളിയം ഇന്റഗ്രൽ റോ വി ഡിറ്റോ, ആ ഇക്വേഷനും ഈ ഇക്വേഷനും W is equal to ഈ ഒരു ടേമും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഹാഫ് വോളിയം ഇന്റഗ്രൽ റോ വി ഡിറ്റോ ഈസ് ഈക്വൽ ടു ആപ്സിലോൺ 0/2 സർഫസ് ഇന്റഗ്രൽ വി ഇൻറ്റു ഇ ഡോട്ട് ഡി എ പ്ലസ് ആപ്സിലോൺ 0/2 ഇൻറ്റു വോളിയം ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡിറ്റോ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഇക്വേഷൻ 28 നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ LHS ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വോളിയം ഇന്റഗ്രൽ റോ വി ഡിറ്റോ ആണ് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഓവർ എനി വോളിയം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്ഫിയറിൽ ഈ റോ എന്താണ്? എപ്പോഴും 0 ആയിരിക്കും. അതേപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് RHS ഓഫ് ദ ഇക്വേഷൻ, ഇതല്ലേ RHS ഓഫ് ദ ഇക്വേഷൻ, അതും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് അണ്ടർ സിമിലർ സർക്കംസ്റ്റൻസസ് ആയിരിക്കണം. ഇതേ ഒരു സർക്കംസ്റ്റൻസസിൽ ഇത് ഈ ഒരു ടേം കോൺസ്റ്റന്റ് ആവുമ്പോൾ ഈ ഒരു ടേമും എന്തായി വരും? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് RHSലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതാണല്ലോ, വോളിയം ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡിറ്റോ. ഇന്റഗ്രേഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആയിട്ട് വരിക ചെയ്യുക. കാരണം എന്താണ്? ഇ സ്ക്വയർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, ഇ സ്ക്വയർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. സോ ടു ഹാവ് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് RHS ഫോർ ഇക്വേഷൻ ഫസ്റ്റ് ടേം ഷുഡ് ഡിക്രീസസ് കണ്ടിന്യൂസ്ലി. അതുകൊണ്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൂടി വരുന്നത് കൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഇത് എന്തായിരിക്കണം? ഡിക്രീസ് ആയിട്ട് വരണം. അപ്പൊ നമ്മൾ ഓവർ ഓൾ സ്പേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓൾ സ്പേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം 0 ആയിട്ട് മാറും. ഈ ഒരു ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? ഹാഫ് ഇന്റഗ്രൽ ഓൾ സ്പേസ് റോ വി ഡിറ്റോ ഈസ് ഈക്വൽ ടു, ഇത് 0 ആവൂല്ലേ, 0 പ്ലസ് ആപ്സിലോൺ 0/2 ഇന്റഗ്രൽ ഓൾ സ്പേസ് ഇ സ്ക്വയർ ഡിറ്റോ എന്ന് വരും. സോ ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ടേംസ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? ദിസ് ഇക്വേഷൻ റെപ്രസെന്റ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി stored in terms of intensity of electric field. ഓക്കെ, ഇതിൽ നാലാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ് എനർജി ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ എനർജി സ്റ്റോർഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു വോളിയം ഇന്റഗ്രൽ റോ വി ഡിറ്റോ. സോ എനർജി ഡെൻസിറ്റി എന്താണ്? സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഡിവൈഡഡ് ബൈ വോളിയം ഇന്റഗ്രൽ ഡിറ്റോ ഒന്നും കൂടി കൊടുത്താൽ പോരെ. അപ്പൊ എന്ത് വരും? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വോളിയം ഇന്റഗ്രൽ റോ വി ഡിറ്റോ ഡിവൈഡഡ് ബൈ വോളിയം ഇന്റഗ്രൽ ഡിറ്റോ എന്ന് വരും. റോ വി നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കാം. ആ സമയത്ത് എന്ത് വരും? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് റോ വി ഇൻറ്റു വോളിയം ഇന്റഗ്രൽ ഡിറ്റോ ഡിവൈഡഡ് ബൈ വോളിയം ഇന്റഗ്രൽ ഡിറ്റോ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. സോ എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് റോ വി എന്ന് നമുക്ക് കിട്ടും.
ഇനി വേറൊരു രീതിയിൽ നമുക്കറിയാം എനർജി സ്റ്റോർഡ് ഈക്വൽ ടു ആപ്സിലോൺ 0/2 ഇൻറ്റു വോളിയം ഇൻറ്റഗ്രൽ ഇ സ്ക്വയർ ഡി ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെയും നമ്മൾ ഇ സ്ക്വയർ പുറത്തേക്ക് എടുക്കും. ആപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ ബൈ 2 വോളിയം ഇൻറ്റഗ്രൽ ഡി ടോ ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റഗ്രൽ ഡി ടോ വരും. എന്തിന്? എനർജി ഡെൻസിറ്റിക്ക്. ഈ ഒരു ടേം എനർജി സ്റ്റോർഡ് ആണ് അല്ലേ. സോ ഇതും ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ആപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് റോ ഡി വി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ആപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും.